ആഗോള താപവിതരണത്തെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാനുള്ളത്. ഭൂമിയിലെ ഉപരിതലത്തിലുടനീളം രേഖപ്പെടുത്തിയ താപനിലയാണ് ഈ ഒരു ഒഴുക്കൻ രേഖകൾ കൊണ്ട് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സാധാരണ രീതിയിൽ നമ്മൾ പലതരത്തിലുള്ള മാപ്പ് തയ്യാറാക്കുന്ന പോലെ താപത്തിൻ്റെയും മാപ്പ് തയ്യാറാക്കാം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉഷ്ണകാലത്ത് കടലിനെ അപേക്ഷിച്ച് കരയിൽ വളരെയധികം താപം കൂടുതലും ശൈത്യകാലത്ത് കുറഞ്ഞ താപനിലയും അനുഭവപ്പെടുന്നു. അതുപോലെ തന്നെ കരയും കടലും വ്യത്യസ്തമായി ചൂട് പിടിക്കുന്നത് കൊണ്ടാണ് സമതാപ രേഖകൾ പലപ്പോഴും വളഞ്ഞ് കാണപ്പെടുന്നത്. ഇവിടെ നിങ്ങൾ കരയിൽ നിന്ന് കടലിലേക്ക് മാറുന്ന ഈ സമതാപ രേഖ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടും കരയും കടലും ഒരുമിച്ച് ചേരുന്ന സ്ഥലങ്ങളിലൊക്കെ അത് വളഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ അർത്ഥം എന്താണ്? കരയിൽ നിന്ന് പെട്ടെന്ന് കടലിലേക്ക് മാറുമ്പോഴുണ്ടാകുന്ന താപത്തിൻ്റെ ഈ ഒരു മാറ്റം കാരണത്താലാണ് ഇങ്ങനെ നമുക്ക് ഈ ഒരു ബെൻഡിങ് അല്ലെങ്കിൽ ഈ ഒരു വളഞ്ഞതായിട്ട് നമുക്ക് കാണപ്പെടുന്നത്. മാത്രമല്ല, അന്തരീക്ഷ താപനിലയിലെ ഈ ഏറ്റക്കുറച്ചിൽ കാരണത്താൽ പലതരത്തിലുള്ള പ്രതിഭാസങ്ങളാണ് നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകുന്നത്. ഉദാഹരണമായിട്ട് മർദ്ദവ്യതിയാനം, കാറ്റുകൾ, വർഷണം എന്ന് പറഞ്ഞ മഴ, ഇതൊക്കെ ഉണ്ടാകുന്നത് അന്തരീക്ഷത്തിലുണ്ടാകുന്ന താപത്തിൻ്റെ വ്യത്യാസം അനുസരിച്ചാണ്. നമുക്കിനി പഠിക്കാനുള്ളത് അന്തരീക്ഷ പ്രതിഭാസങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന അന്തരീക്ഷത്തിലെ ജലാംശത്തെക്കുറിച്ചാണ്. അന്തരീക്ഷത്തിലെ ജലാംശത്തെ ആർദ്രത അഥവാ ഹ്യൂമിഡിറ്റി എന്ന പേരിലാണ് സാധാരണ രീതിയിൽ വിളിക്കാറുള്ളത്. അപ്പോൾ അന്തരീക്ഷത്തിലുള്ള ജലാംശമുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ആർദ്രത എന്നാണ് വിളിക്കാറുള്ളത്. മാത്രമല്ല, അന്തരീക്ഷത്തിലെ ജലത്തിൻ്റെ അളവിനെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് താപനില. താപനില കൂടുമ്പോൾ ജലാംശം കുറയും, താപനില കുറയുമ്പോൾ ജലാംശം കൂടും. മാത്രമല്ല, വ്യത്യസ്ത പ്രദേശങ്ങളിൽ എന്ന പോലെ തന്നെ വിവിധ സമയങ്ങളിലും ആർദ്രതയിൽ എന്തുണ്ടാവാറുണ്ട്? വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ വായുവിൽ അടങ്ങിയിട്ടുള്ള ഈ നീരാവിയുടെ യഥാർത്ഥ അളവിനെ കേവല ആർദ്രത എന്നാണ് വിളിക്കാറുള്ളത്. അഥവാ വായുവിൽ ഇപ്പോൾ എത്രയാണോ ജലാംശമുള്ളത് അല്ലെങ്കിൽ നീരാവി ഉള്ളത് അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? കേവല ആർദ്രത എന്ന് വിളിക്കുന്നു. ഇത് സാധാരണ കണക്കാക്കാറുള്ളത് ഒരു ക്യൂബിക് മീറ്ററിലാണ്. G/m³, അഥവാ നമ്മളൊരു ക്യൂബിക് മീറ്ററിലാണ് സാധാരണയായിട്ട്, അഥവാ ഒരു ക്യൂബിക് മീറ്റർ വായുവിൽ എത്ര ഗ്രാം ജലബാഷ്പം അടങ്ങിയിരിക്കുന്നു എന്നതാണ് സാധാരണ രീതിയിൽ ഇത് കണക്കാക്കാറുള്ളത്. അടുത്തത്, നിശ്ചിത ഊഷ്മാവിലെ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ അളവിന് ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് തന്നെ അന്തരീക്ഷം നീരാവി പൂരിതമാകുന്ന അവസ്ഥയെ നമ്മൾ എന്താണ് വിളിക്കാറുള്ളത്? പൂരിതാവസ്ഥ എന്നാണ് വിളിക്കാറുള്ളത്. അഥവാ അന്തരീക്ഷത്തിൽ പരിപൂർണമായിട്ടും ജലാംശം കയറി അല്ലെങ്കിൽ ജലാംശം ഉണ്ടായി അത് പരിപൂർണമായിട്ടും നീരാവി പൂരിതമാകുന്ന അവസ്ഥയാണ് പൂരിതാവസ്ഥ, സാച്ചുറേഷൻ ലെവൽ എന്നാണ് സാധാരണ വിളിക്കാറുള്ളത്. ഇനി അന്തരീക്ഷം നീരാവി പൂരിതമായി കഴിഞ്ഞാൽ പിന്നീട് ഘനീകരണം ആരംഭിക്കും. അഥവാ ഈ പറഞ്ഞത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, സൂര്യൻ്റെ ചൂടേറ്റ് ഭൂമിയിലുള്ള വെള്ളം നീരാവിയായ ആകാശത്തിലേക്ക് അല്ലെങ്കിൽ അന്തരീക്ഷത്തിലേക്ക് ഉയരുകയും അന്തരീക്ഷത്തിൽ പരിപൂർണമായിട്ട് നീരാവി നിറയുമ്പോൾ അതിനെ നമ്മൾ പൂരിതാവസ്ഥ എന്ന് വിളിക്കുന്നു. പിന്നീട് ഈ അന്തരീക്ഷം പരിപൂർണമായിട്ട് നീരാവിയായി കഴിഞ്ഞാൽ പിന്നീട് അന്തരീക്ഷത്തിൽ ഈ നീരാവിക്ക് നിലനിൽക്കാൻ കഴിയാതെ അതിൽ കൂടുതലായി കഴിഞ്ഞാൽ അത് തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ എന്ത് ചെയ്യും? മഴയായിട്ടോ അല്ലെങ്കിൽ മേഘമായിട്ടോ ഒക്കെ മാറിയിട്ട് ഭൂമിയിലേക്ക് തന്നെ വരും. അതിനെയാണ് നമ്മൾ എന്ത് പറയാറുള്ളത്? ഘനീകരണം എന്ന് വിളിക്കാറുള്ളത്. ഇനി ഘനീകരണം ആരംഭിക്കുന്ന നിർണായക ഊഷ്മാവിനെ തുഷാരാഗം അഥവാ ഒരു പ്രത്യേക തരത്തിൽ അന്തരീക്ഷത്തിലെ ഊഷ്മാവ് ടെമ്പറേച്ചർ എത്തുമ്പോഴാണ് എന്തുണ്ടാവാറുള്ളത്? ഘനീകരണം ഉണ്ടാവാറുള്ളത്. അതിനെ നമ്മൾ ആ ഒരു നിർണായക ഊഷ്മാവിനെ നമ്മൾ തുഷാരാഗം എന്നാണ് സാധാരണ രീതിയിൽ വിളിക്കാറുള്ളത്. മാത്രമല്ല, ഒരു നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ എത്ര ഭാഗമാണ് അന്തരീക്ഷത്തിൽ നിലവിലുള്ളത് അതിൻ്റെ ആ ശതമാനത്തിലാണ് അതിനെ കണക്കാക്കാറുള്ളത്. ഈ ആനുപാതിക അളവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആപേക്ഷിക ആർദ്രത.
ഇവിടെ ശരിക്കും മനസ്സിലാക്കണം. ഒന്ന്, നീരാവിക്ക് എത്രയാണോ അന്തരീക്ഷത്തിലുള്ള നീരാവി, അതുപോലെ തന്നെ ഈ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന നീരാവി, ഇത് രണ്ടും തമ്മിലുള്ള റേഷ്യോയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആപേക്ഷിക ആർദ്രത എന്ന് വിളിക്കുന്നത്. ഒരു ഉദാഹരണത്തിന്, നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ പകുതിയാണ് കേവല ആർദ്രതയെങ്കിൽ ആപേക്ഷിക ആർദ്രത 50% ഇതെങ്ങനെയാണ് കണക്കാക്കുക? ആപേക്ഷിക ആർദ്രത കാണാൻ കേവല ആർദ്രത അഥവാ ഇപ്പോൾ എത്രയാണോ അന്തരീക്ഷത്തിൽ നീരാവി ഉള്ളത് അത് കൃത്യമായിട്ട് കണക്കാക്കുക. അതിനെ ഹരിക്കണം. എന്തുകൊണ്ട്? അന്തരീക്ഷത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ അളവ് കൊണ്ട് അതിനെ ഹരിക്കുക × 100. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആപേക്ഷിക ആർദ്രത കിട്ടും. ഇനി എങ്ങനെയാണ് ഈ ആപേക്ഷിക ആർദ്രത നമ്മൾ കണക്കാക്കുന്നത്? അതിന് വൈറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കാലാവസ്ഥാ നിരീക്ഷകർ എന്ത് ചെയ്യാറുള്ളത്? ആപേക്ഷിക ആർദ്രത കണക്കാക്കാറുള്ളത്.